ഗെയിം മാതിരിയാട്ടോ എന്ന് വിചാരിക്കണ്ട. കാരണം കുറെ നാട്ടും പാട്ടും നമ്മള് ഈ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലെ അമ്മയും അച്ഛൻ്റെയും ആ ഒരു എങ്ങനെയാണ് അവരതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എൻ്റെ തുടക്കകാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അമ്മയാണ് ഇതിനൊരു തുടക്കം കുറിച്ചെന്നൊക്കെ പറഞ്ഞില്ല. ഇങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞതൊക്കെ അമ്മയുടെ കൂട്ടുകാരിയാണ്. പിന്നെ അതിന് ശേഷമുള്ള എൻ്റെ യാത്രകളിൽ വളർച്ചകളിലൊക്കെ അമ്മ ഇരുന്ന് നോക്കിക്കാണുന്നതല്ലാതെ അത് അടുത്ത് വന്ന് നന്നായി ഗംഭീരമായി അങ്ങനെ പറയാനുള്ളൊരു ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. അച്ഛൻ കുറച്ച് കർക്കശ സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കാനൊന്നും ഇല്ലാത്തത്. കാരണം കർക്കശ സ്വഭാവക്കാരനില്ല, അന്നത്തെ ബുദ്ധിമുട്ടിലും വിഷമങ്ങളിലും അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആലോചിച്ച് ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കാം. കാരണം ഓരോ ദിവസം ഓരോ പിടി ചോറ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ആലോചിച്ച് അപ്പോൾ അങ്ങനെ ആയിപ്പോയതായാം. പക്ഷേ ഇവർ രണ്ടുപേരും അച്ഛനും അമ്മയും എൻ്റെ വളർച്ചയിലൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് സന്തോഷിക്കുന്നല്ലാതെ വന്ന് ഗംഭീരമായി എന്ന് പറയാനുള്ളൊരു അങ്ങനെ അവർക്ക് അറിയില്ലായിരുന്നു. നാട്ടും പുറത്തുകാരാണ്. പക്ഷേ എൻ്റെ പരിപാടികളിലൊക്കെ മിക്കപ്പോഴും അച്ഛനും അമ്മയും അതിൻ്റെ ഇടയ്ക്ക് കടൽ പോലെ കിടക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു മൊമെന്റാണ്. നമ്മളെ ഒരു സ്റ്റേജ് കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ എന്ന് പറയുന്ന ആൾക്കാർ അതെ ഞാനിങ്ങനെ പാട്ടുപാടി ഞാനിങ്ങനെ കൗണ്ടർ അടിച്ച് ആളുകളെ തമാശ പറഞ്ഞ് സ്റ്റേജിൽ വിളിച്ച് വരുത്തി. കിരൺ കൃഷ്ണയുടെ പാട്ടിനെ ഞാൻ ചെയ്യുന്ന സൂത്രപ്പണി അതൊക്കെ പലരും അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ. കിരൺ കൃഷ്ണയുടെ പാട്ട് ഒരു പ്രണയ ഗാനമാണ്. അപ്പോൾ ചന്ദനപ്പൊട്ടിൻ്റെ അപ്പോൾ ഞാൻ വേദിയിൽ ഇങ്ങനെ പാടുന്ന സമയത്ത് പിന്നെ പുറത്ത് പോകുമ്പോഴേക്കും നാട്ടും പുറത്തൊക്കെ തന്നെ ഇവിടെ ആരെങ്കിലും അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ചോദിച്ച ശേഷം പുതിയ കല്യാണം കഴിഞ്ഞവരുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കും. ആരെയും കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റ് ആരാണ് കമ്മിറ്റിയുടെ പറയുമ്പോൾ അപ്പം ഞാനാണ് പറയും അഭിമാനത്തോടെയാണ്. ചേച്ചി വന്നിട്ട് വരും, രണ്ടാളും കൂടെ സ്റ്റേജ് വരെ. ഒന്നുമില്ലൊരു കാര്യം ചോദിക്കാനാണ്. രണ്ടുപേരും സ്റ്റേജ് വിളിച്ച് വരുത്തിയിട്ട് ഞാൻ പാടാൻ പോകുന്ന പാട്ട് ചന്ദനപ്പൊട്ടിൻ്റെ എന്നുള്ള പാട്ടാണ്. അതിനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ലിപ്പ് ചെയ്ത് അഭിനയിക്കണം. നിങ്ങൾ പ്രേം നസീർ, ഷീല അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവരാണെങ്കിൽ പുതിയ സിനിമാ താരങ്ങളെ വെച്ച് ആണ് പറയും. ഭയങ്കര കയ്യടിയാവും. അപ്പോൾ ഇവർ ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ വിടില്ല ഞാൻ. അവരവിടെ പിടിച്ച് നിർത്തിയിട്ട് ഈ ചന്ദനപ്പൊട്ടെ പാടിയിട്ട് അവർ ശരിക്കും അഭിനയിപ്പിക്കും. അപ്പോൾ ആ പ്രായമുള്ള ആളൊക്കെ വീട്ടിൽ മിണ്ടാതെ നിൽക്കുന്ന ആളായിരിക്കും. അവിടെ നിന്ന് ഭാര്യയുടെ ചുണ്ടിൽ ഇങ്ങനെ പിടിക്കും, കവിളിൽ പിടിക്കും, ഇങ്ങനെ കറക്കാനൊക്കെ പറയും ഞാൻ. എന്നിട്ട് പൂവൊക്കെ എടുത്ത് കൊടുപ്പിക്കും, എന്നിട്ട് ലിപ്പ് ചെയ്ത് ഗംഭീര കളിപ്പിക്കലായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ പൊരിഞ്ഞ കൈയടിയായിരിക്കും. അങ്ങനെ വേറെ ലെവലാക്കി വിടും. ആ സമയത്ത് ഇതൊക്കെ കണ്ട് ഈ ജനസമുദ്രങ്ങൾക്കിടയിൽ എൻ്റെ അച്ഛനമ്മയും ഇരിക്കുന്നത് ഞാൻ കാണാം. അപ്പോൾ ഞാനൊക്കെ ഈ കാണിക്കുന്ന ഈ ഗംഭീരമായിട്ടുള്ള കൗണ്ടർ അടിക്കലും വഷളാക്കലും തമാശ പറയലൊക്കെ അവരിങ്ങനെ തലയറിഞ്ഞ് ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിങ്ങനെ ഒളി കണ്ടിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഞാൻ പക്ഷേ അത് കഴിഞ്ഞ് പരിപാടി അടുത്ത പാട്ടോടുകൂടി ഞങ്ങളുടെ ഈ പരിപാടി അവസാനിക്കുകയാണ് എന്നുള്ള അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയോടെ കാണില്ല. അവർ ഒന്നുകിൽ പോയിട്ടുണ്ടാവും. അത് അവസാനത്തെ പാട്ടിനെ എന്നെ വന്ന് കാണാനോ കണ്ട് സംസാരിക്കാനോ അങ്ങനെ വരാറില്ല. ചിലപ്പോൾ അവിടെ നിന്ന് മാറി വേറെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ആളുകളുടെ ഫോട്ടോ എടുക്കലും എന്നെ കാണാൻ വരുന്നവരും ചെറുപ്പ പ്രായഭേദമുള്ള ആളുകളും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വയസ്സന്മാരും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കൈതാരാനും ഒക്കെ വരുമ്പോൾ അവരൊക്കെ ദൂരത്ത് നിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നുണ്ടാവാം. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പാട്ടിന് മുമ്പ് അവരെപ്പോഴും പോകും. അതൊക്കെ ഒരു സപ്പോർട്ടാണ്, ഒരു സന്തോഷമാണ്. അതൊക്കെ ഒരു അനുഗ്രഹം. നമുക്കൊരു കലാകാരനെ നമസ്കാരം റീച്ചായി നല്ല ഈ പാട്ട് പിന്നെ തൊട്ട് മുമ്പ് നമ്മുടെ ഗോപിസുന്ദർ സാർ തന്നെ തുണ്ടു എന്നുള്ളൊരു സിനിമ വന്നു. അതിലും 3 പാട്ട് പാടിയിരുന്നു. അതും ആ ഹിറ്റ് അങ്ങനെ അടുപ്പിച്ച് 2 പാട്ടിൻ്റെ ഹിറ്റായിരുന്നു. ഗോപിസുന്ദർ സാറിൻ്റെ തുണ്ട് എന്നുള്ള സിനിമയിലെ ബിജു മേനോൻ്റെ തുണ്ട് എന്നുള്ള സിനിമയിലെ പാട്ടും വാനിൽ നിന്നും തുടങ്ങുന്ന നല്ല പാട്ടാണ്. വാനിൽ നിന്നും താഴെ താഴെ ഭൂമി എന്നൊരു തുണ്ട്, അങ്ങനെ അതിൽ 2 പോർഷനാണ്. ഒറ്റയ്ക്ക് നിൽക്കണ ചെടിയേ അങ്ങനെ ഒരു കളിയൊക്കെയുള്ള സാധനമാണ്. നല്ല സാധനം. അങ്ങനെ അടുപ്പിച്ച് ആ സിനിമ തൊട്ടടുത്ത് ആവേശം കൂടെ വന്നപ്പോൾ എനിക്കത് നല്ലൊരു മൈലേജായി. പിന്നെ പാട്ടുകളുടെ ഒരു പൊടി പൂരമായിരുന്നു. കുറേ സിനിമകൾ, ഇനി ഒരു 8 സിനിമയോളം വരാനുണ്ട്. പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള കുറേ ആളുകളുടെ. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറந்த നാൾ വാഴ്ത്ത്. സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായി തൂവും മന്ദിച്ചാറ്, കോപം കൊണ്ടാൽ അകമേ നൊന്താൽ വേറാരും വേണ്ടിനി വില്ലന്മാര്. ആഹാർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. അത് ശരിക്കും ഇത് നമ്മളെ കൊണ്ട്
പാടുമ്പോഴും അങ്ങനെ ആയിണ്ടാവില്ലേ? അയ്യോ ഗംഭീരായിട്ട് ആഘോഷമായിരുന്നു, അർമാദമായിരുന്നു. പാടുമ്പോഴും നല്ല രസം, നല്ലതാ. ഇത് ഇദ്ദേഹത്തിന്റെ ഈ പാട്ട് എനിക്ക് തന്നതിനെ കുറിച്ചും എനിക്കൊരു കഥ പറയാനുണ്ട്. എല്ലാത്തിനും ഓരോ സ്റ്റോറി ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റോറി. ഇത് പറയാതിരിക്കാൻ നിവൃത്തില്ല, അതുകൊണ്ട് പറയാണ്. ഇദ്ദേഹം എന്നെ പാട്ട് പാടുന്നത് സുഷിൻ ശ്യാം, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമാണ്. ലിറിക്സ് വിനായക് ശശികുമാർ, അവരാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ മഞ്ഞ മഞ്ഞ ബൾബിലെ പാട്ട് എഴുതിയിട്ടുള്ളത് ഹരികൃഷ്ണനാണ് എൻ്റെ പാട്ട് എഴുത്തുകാരൻ. പിന്നെ ഈ വിനായക് ശശികുമാർ എഴുതി ആ പാട്ട്, സുഷിൻ ശ്യാം സംഗീതം ചെയ്ത ഈ പാട്ട്, ആവേശത്തിൽ ഈ പാട്ട്, ഫഹദ് ഫാസിലിൻ്റെ ഈ പാട്ട്, പിന്നെ എന്നെ പാടാൻ വിളിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മാനേജർ പാടാൻ വിളിക്കുകയാണ്. ഇങ്ങനെ സുഷിൻ ശ്യാമിൻ്റെ ഒരു പാട്ടുണ്ട്, നിങ്ങൾ പാടാൻ വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10-15 ദിവസത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കേട്ട് നോക്കി. അപ്പോൾ ഞാൻ കേട്ട് നോക്കിയിട്ട് ഇരുന്നോട്ടെ വെച്ചു. വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞു, എന്നെ മാനേജർ വിളിച്ചു, നമുക്ക് ആ പാട്ട് പാടണമെന്ന് പറയേണ്ടി പറഞ്ഞു. ഞാൻ തൊണ്ടയ്ക്ക് ശരിയല്ല, തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല, തൊണ്ടയ്ക്ക് ശരിയല്ല, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. ശരി കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ വീണ്ടും 20 ദിവസമായി. 20 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് പിന്നെ എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായി. വീണ്ടും അദ്ദേഹം വിളിക്കുന്നു, പാട്ട് പാടണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പാടണമെന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു തിരക്കിലാണ്, എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം വേണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും 20 ദിവസം കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വൈഫിനോട് പറഞ്ഞു, ഈ പാട്ട് എനിക്ക് ഇത് ശരിയാവും തോന്നുന്നില്ല പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഇത് പാടാണ്ടിരിക്കേണ്ട പറഞ്ഞു. അപ്പോഴാണ് മോനോട് വൈഫ് പറഞ്ഞു, അച്ഛൻ ഈ പാട്ടുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു. അപ്പോൾ അവനാണ് ഈ പാട്ട്, ഏത് പാട്ടാണ് നോക്കട്ടെ, അങ്ങനെ പാട്ട് നോക്കുമ്പോൾ സുഷിൻ ശ്യാം. അയ്യോ അവൻ ഉടനെ ഈ ഡയലോഗാണ് പറഞ്ഞത്, സുഷിൻ ശ്യാമിൻ്റെ പാട്ടാണോ അച്ഛൻ പാടാതിരിക്കുന്നത്? ഈശ്വര എന്തൊരു കഷ്ടമാണെന്നായി. ഞാൻ വല്ലാതായിപ്പോയി. ഇതെങ്ങനെയൊക്കെ ഉണ്ട് ഇതിന് കഥ. അവസാനം അവൻ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ തരത്തിലൊക്കെ അവൻ പറയാണ്, സുഷിൻ ശ്യാമിൻ്റെ പാട്ട് അങ്ങനെയാണ് ഇങ്ങനെ. അവൻ വാദോരാതെ ഇങ്ങനെ എന്താ പറയുന്നത്, 1.5 പേജിൽ കവിയാതെ എഴുതുന്നു അവൻ സുഷിൻ ശ്യാമിനെ കുറിച്ച്. ചേട്ടാ അങ്ങനെയാണോ കഥ? ഉടനെ തന്നെ ഞാൻ പറയാണ്, മാനേജർ വിളിച്ച് പറഞ്ഞു. ഇപ്പം പറഞ്ഞതിന് 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ മറ്റന്നാൾ പാടാൻ വരാൻ പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഓക്കെ പറഞ്ഞു. അവിടെ പോയി അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നു, കാതിലൊക്കെ നല്ല അലങ്കാരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചേട്ടാ പാടേണ്ട ശരി. അപ്പോൾ ഞാൻ പാടാൻ വൈകി, ഒന്നും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതിന് പാടിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതിൽ പാടിപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ പാടി സാറായിട്ട് ഓക്കെ ബൈ കാണാട്ടോ എന്ന് വിട്ടു. മാനേജർ വിളിച്ചു അദ്ദേഹത്തിൻ്റെ, ശശിയോടൊരു കാര്യം ചോദിക്കട്ടായിരുന്നു. ശരി ചോദിച്ചോളൂ, സത്യം പറ, എനിക്ക് സുഷിൻ ശ്യാമിനെ അറിയില്ലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അവസാനം അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ റഹ്മാനിലെ സുഷിൻ ശ്യാം, എന്ത് പണിയാണ് നീ കാണിച്ച്, ഇത്ര ദിവസം വെയിറ്റ് ചെയ്യണം. പക്ഷേ സുഷിൻ ശ്യാം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റില്ല. ഒരാളുടെ ശബ്ദം വേണമെന്ന് അദ്ദേഹം തോന്നിക്കഴിഞ്ഞാൽ അത് കൊണ്ടേ പാടിപ്പിക്കുള്ളൂ. അതുകൊണ്ടാണ് ശശിക്ക് വേണ്ടി ഇത്ര ദിവസം അദ്ദേഹം. തീർച്ചയായിട്ടും ഈ രണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, മുമ്പത്തെ എങ്ങനെയൊക്കെയാണെങ്കിലും തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എത്തേണ്ടത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അതാണ് അതങ്ങനെയാണ്. അതെ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാൻ ആ പാട്ട് വന്ന ശേഷം ആ മാനേജർ ഒരു വാക്കും കൂടെ പറഞ്ഞു, ഈ പാട്ടും പടവും ഹിറ്റായി കഴിഞ്ഞാൽ ശശിക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല, ഇത് എഴുതി വെച്ചോന്ന് പറഞ്ഞു. ആ മാനേജർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചാക്ക് പഞ്ചസാര കൊടുക്കണം അത് കാരണം പായിൽ. അപ്പോൾ അത്ര ശരിക്കും പറഞ്ഞാൽ നല്ല അദ്ദേഹത്തിൻ്റെ പാട്ട് വന്നതിന് ശേഷം അതിൻ്റേതായ നല്ല റീച്ചായി. ഈ പാട്ട് പിന്നെ തൊട്ട് മുമ്പ് നമ്മുടെ ഗോപിസുന്ദർ സാർ തന്നെ തുണ്ടു എന്നുള്ളൊരു സിനിമ വന്നു, അതിലും 2-3 പാട്ട് പാടിയിരുന്നു. അതും ആ ഹിറ്റ്, അങ്ങനെ അടുപ്പിച്ച് 2 പാട്ടിൻ്റെ ഹിറ്റായിരുന്നു. ഗോപിസുന്ദർ സാറിൻ്റെ തുണ്ട് എന്നുള്ള സിനിമയിലെ ബിജു മേനോൻ്റെ തുണ്ട് എന്നുള്ള സിനിമയിലെ പാട്ടും വാനിൽ നിന്നും തുടങ്ങുന്ന നല്ല പാട്ടാണ്. വാനിൽ നിന്നും താഴെ താഴെ ഭൂമി എന്നൊരു തുണ്ട്, അങ്ങനെ അതിൽ 2 പോർഷനാണ്. ഒറ്റയ്ക്ക് നിൽക്കണ ചെടിയേ ടക്കട്ട, അങ്ങനെ ഒരു കളിയൊക്കെയുള്ള സാധനമാണ്, നല്ല സാധനം. അങ്ങനെ അടുപ്പിച്ച് ആ സിനിമ തൊട്ടടുത്ത് ആവേശം കൂടെ വന്നപ്പോൾ എനിക്കത് നല്ലൊരു മൈലേജായി. പിന്നെ പാട്ടുകളുടെ ഒരു പൊടി പൂരമായിരുന്നു. കുറേ സിനിമകൾ, ഇനി ഒരു 8 സിനിമയോളം വരാനുണ്ട്. പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള കുറേ ആളുകളുടെ സിനിമകൾ, ഒരു 8ഓളം സിനിമ ഇനി ഉടനെ തന്നെ എൻ്റെ തൊണ്ടയിൽ വരാനുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് ഗുരുത്വം, അച്ഛനമ്മയുടെ അനുഗ്രഹം, എന്നെ സപ്പോർട്ട് ചെയ്തവരുടെ സ്നേഹം. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ആദ്യത്തെ പ്രേക്ഷക അമ്മയാണ്. അതെ അത് ആ കേൾക്കുമ്പോൾ നമ്മൾ പറയില്ല, ഒരു ഏറ്റവും കൂടുതൽ ഒരു കളങ്കില്ലാണ്ട് ഒരു പാട്ട് കേട്ട് ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് നന്മ ആഗ്രഹിക്കുന്ന ചിലപ്പോ ആ പാട്ട് അനുഗ്രഹമായിരിക്കാം അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇതിലിപ്പോ
നമ്മൾ ഒരു കാര്യം മനസ്സിലായില്ലേ, എങ്ങനെയൊക്കെയോ എവിടേക്കോ തിരിഞ്ഞുപോയി, എന്നിരുന്നാലും നമ്മൾ എത്തേണ്ട ട്രാക്കിൽ തന്നെ വന്നെത്തി. നമ്മളുടെ സ്വപ്നങ്ങളാണ് നമ്മളെങ്ങോട്ട്. അതെ, ഞാൻ അതും അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കാര്യം, ഒരു സിനിമാ പാട്ടുകാരനായി മാറി അല്ലെങ്കിൽ കർണാടക സംഗീതമായി ബന്ധപ്പെട്ട് എൻ്റെ യാത്ര പോയതായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്ന് നേടിയിട്ടുള്ള ഒരു കാര്യങ്ങളും നേടാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഞാൻ ആ ഫോക്ക്ലോറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആകാശവാണിയുടെ എ ഗ്രേഡ്, കേരളത്തിൽ ആർക്കും തന്നെ ഇല്ലാതെ തോന്നുന്നു എനിക്ക്, എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ഞാൻ ആകാശവാണിയുടെ. അതുപോലെ തന്നെ ഫോക്ക്ലോർ അക്കാഡമി അവാർഡൊക്കെ കിട്ടിയ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കും ഒരു അവാർഡ് അക്കാഡമിയുടെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ പേരിലുള്ള കലാഭവൻ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 24 മണിക്കൂർ ഫേസ്ബുക്ക് ലൈവ് ചെയ്തതിൻ്റെ പേരിൽ 3 വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 30,000-4000 പാട്ടുകൾ പുറത്തിറക്കാൻ പറ്റി. 100-150 ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര പാട്ടുകൾ ആർക്കൊക്കെ വേണ്ടി ആൽബങ്ങളായിട്ടും മറ്റുള്ളതായിട്ടും ഭക്തിഗാനമായിട്ടും പാടിക്കൊടുക്കുന്ന ഒരു കണക്കില്ല, എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ കുറേ സമയം ഇതൊക്കെ എനിക്ക് ഈ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രയിൽ കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് വെറും പാട്ട് പാടുക, സന്തോഷിക്കുക, കളിക്കുക, ചിരിക്കുക, പോവുക എന്നുള്ളതല്ലാതെ ന്യൂ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ചില മെസ്സേജസും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ, അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത പല പാട്ടുകളും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ കുറേ എൻ്റെ ചെറുപ്പകാലത്തിൽ കളിച്ച കുറേ പാട്ടുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കോട്ടി കളിക്കുന്ന സമയത്ത് പാടിയ ഒരു പാട്ടുണ്ട്, എക്കിടി സുക്കിടി ഇരട്ടപ്പെക്കെ മുക്കഞ്ചൂളി നാക്കാനന്ദം ഐവറ് സോലെ അറുമുഖതകടി എഴുവാമീനെ എട്ടച്ചിക്കോട്ടെ തുമ്പാപ്പേട്ടെ പേശി, ഏതൊരു ഭാഷ പോലെ തോന്നി. പക്ഷേ ഇതല്ല, എക്കിടി സുക്കിടി വന്ന 1, ഇരട്ടപ്പെക്കെ മുക്കഞ്ചൂളി നാക്കാനന്ദം ഐവറ് സോലെ അറുമുഖതകടി എഴുവാമീനെ എട്ടച്ചിക്കോട്ടെ തുമ്പാപ്പേട്ടെ പേശി 10. അത് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ അടിയടിച്ച് ഒരു മടിയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കളിച്ച സമയത്ത് കിട്ടിയ ഇതിന് വെച്ചുകൊണ്ട് ഇത് ഇന്ന് ആർക്കും ചൊല്ലില്ല, എന്നൊക്കെ മൊബൈലിലാണല്ലോ, നാട്ടുവഴക്കങ്ങൾ നാട്ടുചൊല്ലുകളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടെത്തി അതിനൊരു ആൽബം ആക്കി. ആൽബത്തിൻ്റെ പേര് എക്കിടി സുക്കിടി നിട്ടു. എന്നിട്ട് ഞാൻ ഈ പാട്ട് നാട്ടിൻപുറത്ത് പാടി വരുന്ന പാട്ടുകളിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പാട്ടാക്കി മാറ്റി അങ്ങനെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കളിപ്പാട്ടുകളായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഇപ്പോൾ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനോ വർത്തമാനത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള നാട്ടുവഴക്കങ്ങൾ, നാട്ടീണങ്ങൾ ഇതൊക്കെ കണ്ടെത്തി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ പോകുന്ന പുതിയ ജനറേഷനെ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഒരു മുഖവര പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു നാടൻ പാട്ടിനെ കുറിച്ചോ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന 1-2 കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും ഞാൻ ശ്രമം നടത്താറുണ്ട്. ഒരു നാടൻ പാട്ടുകാരൻ നിലയ്ക്ക് അതുകൂടെ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അതൊരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് ഞാൻ പറയുന്നത് എല്ലാ നാടൻ പാട്ടുകാർക്കും അങ്ങനെ ഒരു ചിന്തയും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നാവുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നാടൻ പാട്ട് മേഖലയിൽ നിൽക്കുന്ന എത്ര വലുതോ ആയിക്കൊള്ളട്ടെ, എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും അയാൾക്ക് നമ്മുടെ പിന്നിൽ വരുന്ന തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും എടുത്തു വയ്ക്കാനും അവർക്ക് എന്തെങ്കിലും പാടി നടക്കാനും ഒക്കെയുള്ള ഒരു കാര്യങ്ങൾ കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ പരം വേറൊരു നിധി ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഫാമിലിയെ കുറിച്ചിട്ടും കൂടി തീർച്ചയായിട്ടും പറയാം. പിന്നെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഈ മ്യൂസിക്കിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫിനാൻഷ്യലി നമുക്കൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു പിടിവലി ഉണ്ടാവും സാധാരണ, പ്രോത്സാഹിപ്പിക്കാതിരിക്കും. ഇപ്പൊ ഇത് പറയുമ്പോൾ നേരെ വിപരീത, അതും പ്രത്യേകിച്ച് നാടൻ പാടി നിങ്ങൾ ഈ പാട്ടും പാടി നടന്നാൽ മതി, വേറെ ഒന്നും വേണ്ടേ, ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കഷ്ടപ്പെട്ടു വന്നാണ്. ശരിക്കും ഒഴുക്കിനെതിരെ നീന്തി അതിൻ്റെ സർവ്വ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് മനസ്സിലാക്കി എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ വന്ന ആളാണ്. അപ്പോൾ പാട്ടിൻ്റെ വഴി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൃഷിയായിരുന്നു, അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് കൃഷിക്കായിരുന്നു. അച്ഛനൊക്കെ കൃഷിയും പാടങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരുന്നു. അവർക്കൊന്നും പാട്ടിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. അമ്മയുടെ കുടുംബത്തിലാണ് പാട്ട്. അമ്മയുടെ അച്ഛനും അമ്മയുടെ സഹോദരിമാരൊക്കെ പിന്നെ പാട്ടും ഹരിചന്ദ്ര നാടകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുത്തശ്ശനാണ് പാട്ടൊക്കെ പാടും, ഹാർമോണിയൊക്കെ വെച്ചിട്ട്. എൻ്റെ ഓർമ്മയുണ്ട് അനിയൻ ഇങ്ങനെ അയാളെ കൊണ്ട് മുത്തശ്ശനെ കൊണ്ടൊക്കെ ഇങ്ങനെ പാടിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയുടെ അച്ഛൻ്റെ വഴിക്കാണ് എനിക്ക് ഈ പാട്ടിൻ്റെ ഒരു ഒഴുക്ക് വന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ യാത്രയിൽ എന്നെ ഒരു സന്ദർഭത്തിലും എന്നെ പിന്തിരിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ ഭാര്യ നിന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഇല്ലായ്മയും പിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്തും ഒന്നുമില്ലാതിരുന്ന സമയത്തൊക്കെ എൻ്റെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ച താഴ്ചകൾക്ക് താങ്ങും തണലായിട്ട് വൈഫ് നിന്നിരുന്നു. അതൊരു വലിയ ശക്തിയാണ്. തീർച്ചയായിട്ടും അതിന് അങ്ങോട്ടൊരു അഭിനന്ദനങ്ങൾ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്, അതാണ് വലിയൊരു കാര്യം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് ശരിയാവില്ല എന്ന് അദ്ദേഹം ശഠിച്ചതാണെങ്കിൽ എൻ്റെ പാട്ടുകാരൻ അവിടെ മരിച്ചിട്ടുണ്ടാവും.
പക്ഷേ അതിന് പകരം എൻ്റെ പാട്ടുകൾക്ക് കൂട്ടായി നിന്നത് അയാൾ തന്നെയാണ്, വൈഫ് തന്നെയാണ്. ഇതൊരു ചെറിയൊരു കുഞ്ഞൊരു ഗെയിം മാതിരി കേട്ടോ എന്ന് വിചാരിക്കണേ. കാരണം കുറെ നാട്ടും പാട്ടും മറ്റേ കളിക്കൂട്ടും ഒക്കെ പറയുന്ന ആളല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പണ്ട് കാലത്ത് കള്ളനും പോലീസൊക്കെ കളിക്കണ മാതിരിയാണ്. അതിൽ ഏതെങ്കിലും ഒന്നും അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ശരി, ഞാൻ നോക്കണം അല്ലേ. ഐ ആം ദി ബെസ്റ്റ് ഫോർ, ഞാൻ എന്തിനാണ് നല്ലതെന്നാ. സ്വയം നമുക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഒരു ഇത് കൊടുക്കുക. ഇത് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല ആളാണ്, അത്രേ ഉള്ളൂ. ഒറ്റൊന്നും പറയാൻ പറ്റില്ല. അത് നല്ലൊരു കാര്യം തന്നെ. നമുക്ക് ഒരുപാട് കാര്യത്തിന് കഴിവുണ്ടെങ്കിൽ അത് പറയാൻ പറ്റണം, അത്രേ ഉള്ളൂ. എല്ലാ നന്നായി വിമർശിക്കാൻ പറ്റും, നന്നായി ചീത്ത പറയാൻ പറ്റും, നന്നായി എന്നെ ഏൽപ്പിച്ച പാട്ടാണെങ്കിലും അല്ല എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കാനാണെങ്കിലും അതെല്ലാം വളരെ 100% ഉത്തരവാദിത്തോടുകൂടെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ബെസ്റ്റാണ്. ഞാൻ എല്ലാത്തിനും ഒരു നല്ല കോൺഫിഡൻറ്റോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്നാണ് എന്നെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. മതി, അതാണ് വേണ്ടത്.